ഇരുമ്പൻ പുളി ഇനി ആരും വെറുതെ കളയല്ലേ. ദാ ഇതുപോലെ കുക്കറിലിട്ട് ഒന്ന് വിസിലടിപ്പിച്ച് നോക്കൂ. കണ്ടല്ലോ, വായിൽ വെള്ളമൂറും രുചിയിൽ രണ്ട് നല്ല അടിപൊളി രുചിക്കൂട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ ഇരുമ്പൻ പുളിയുടെ സീസണാണല്ലേ. നമ്മളവിടെ ഇതിന് പറയാം ഓർക്കാപ്പുളി എന്നാണ് കേട്ടോ. പക്ഷേ ഓർക്കാപ്പുളി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. പിന്നെന്താ ബിബ്ലി, അങ്ങനെ പല പല പേരുമുണ്ട്. സംഭവം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമൊക്കെ ഇതിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു, പിന്നൊക്കെ വെട്ടി ഒഴിവാക്കി, കാരണം എടുക്കൂല കേട്ടോ, അതങ്ങനെ വെറുതെ പഴുത്ത് ചാടിപ്പോവും. ഇതിപ്പോൾ അയൽവാസിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുറച്ച് കൂടുതൽ തന്നെ അവിടുത്തെ താത്ത തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇത് വെച്ചിട്ടൊന്ന് രണ്ട് ഐറ്റമാണ് ചെയ്യാനായിട്ട് പോണത്. ഒന്ന് നല്ലൊരു അടിപൊളി എന്താ പറയുക, അച്ചാറെന്ന് പറയാൻ പറ്റുമോ, നെയ്ച്ചോറിന്, ബിരിയാണി, ദോശ, ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ നല്ല സൈഡ് ഡിഷായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കോംബോ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മളൊരു കറി കൂടി റെഡിയാക്കുന്നുണ്ട്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കറി. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു കൊതി ഉണ്ടാവുമല്ലോ, പനിയോ ജലദോഷമൊക്കെ വരുന്ന സമയങ്ങളിൽ നല്ല എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറ് കഴിക്കാൻ, ഒരു നാടൻ ഊണ് കഴിക്കാനൊക്കെ കൊതിയില്ലാത്ത ആരാലേ ഉള്ളത്. ആ ഒരു സമയത്തൊക്കെ ഈ ഒരു കറി ഒന്ന് റെഡിയാക്കാം കേട്ടോ. അതുപോലെ പൊതുവെ എല്ലാവർക്കും പുളിയും എരിവുള്ള കറികളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാനിതാ ഏകദേശം ഞാനുണ്ടാക്കുന്ന ആദ്യത്തെ കൂട്ടെന്ന് പറയുന്നത് നമ്മളെ ഓർക്കാപ്പുളി വെച്ചിട്ടുള്ള നല്ല മധുരമൂറുന്ന, വായിൽ വെള്ളമൂറുന്ന ഒരു അടിപൊളി കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 25ഓളം, എണ്ണം പറയുകയാണെങ്കിൽ 25ഓളം ഇതുപോലെയുള്ള ഇരുമ്പൻ പുളി എടുത്തിട്ട്, ഓരോ വലിയ ഇരുമ്പൻ പുളി ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് നടുകൂടെ കട്ട് ചെയ്തിട്ട് 4 പീസാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾ 2 പീസാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നല്ല മൂത്ത ഇരുമ്പൻ പുളി ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയെടുക്കാം കേട്ടോ. ഇത് ഇങ്ങോട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ വായിൽ വെള്ളൂറും അല്ലേ. ഉപ്പും കൂട്ടിയൊക്കെ തിരുമ്പി കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു ക്രിയേറ്റിൻ, അങ്ങനെ കിഡ്നി രോഗമുള്ള ആൾക്കാരൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഇതുപോലെയുള്ള ഓർക്കാപ്പുളിയും ഇരുമ്പൻ പുളിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിതാ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഈ 25ഓളം ഓർക്കാപ്പുളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ട് നമുക്കൊരു 4 ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു കൂട്ട് നിങ്ങൾ റെഡിയാക്കിയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും കേട്ടോ. ഇനി റമളാനാണ്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ നോമ്പൊക്കെ തുറന്നിട്ട് നമുക്ക് ഈ നല്ലൊരു എരിവ് പുളിയൊക്കെ കഴിക്കാനൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ, ഉപ്പിലിട്ടതൊക്കെ. അപ്പോൾ ആ ഒരു സമയത്തിനും ഇത് യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാനും, ഇനിയിപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കുന്നവർക്കാണെങ്കിൽ ഓർക്കും തന്നെ ഒരു സൈഡ് ഡിഷായിട്ട് എടുക്കാനൊക്കെ പറ്റിയ സംഭവമാണ്. ഇതിലോട്ട് ഞാനിതാ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 4 ശർക്കര 1 കപ്പ് വെള്ളത്തിലാട്ടോ ഞാനിത് ഉരുക്കിയെടുത്തത്. കണ്ടല്ലോ, ഇതുപോലെ അരയ്ക്കണം. ഇനി ഇതിൽ കിടന്നിട്ട് ഒരു 2 3 എത്ര വിസിലടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. 3 4 വിസിലടുപ്പിച്ചോട്ടെ, കുഴപ്പമില്ല. എന്നാൽ ചുരുങ്ങിയത് 2 വിസിലെങ്കിലും അടിക്കുമ്പോഴേക്കും എന്താ ഇതുപോലെ ആയിക്കിട്ടും. നല്ല ഉഷാറായിട്ട് നമ്മൾ ഓർക്കാപ്പുളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളെ ബാക്കി പരിപാടി, ഞാനെന്താ അവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ അലുമിനിയം പാത്രങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കരുത്. അങ്ങനെ ആകുമ്പോൾ അതിൽ കറുത്ത പുള്ളിക്കുത്തുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ മൺചട്ടി ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതും എടുക്കുക കേട്ടോ. ഇതിലോട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. രണ്ടും നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് 2 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1-2 തണ്ട് കറിവേപ്പില. ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ. അങ്ങനെ എല്ലാം നല്ലതായിട്ട് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഓർക്കാപ്പുളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഓർക്കാപ്പുളി വരുമ്പോൾ ചിലർക്കൊക്കെ അത് വിമിഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇരുമ്പൻ പുളിയൊന്നും നമ്മളങ്ങനെ പറയില്ല. നമ്മുടെ ഇവിടെ ഓർക്കാപ്പുളിയാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ചെറിയൊരു പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമുക്കൊരു 3/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുക്, ഇവ രണ്ടും നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും നല്ലത് ഇതുപോലെ ചൂടാക്കി അപ്പം തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഈ ഒരു പൊടിക്ക്. അതുപോലെ നല്ല ടേസ്റ്റും കൂടും കേട്ടോ.
ഇതുപോലെ ഇടുക്കലിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണമെന്നില്ല. നല്ല മുരിഞ്ഞിട്ടുകൊണ്ട് തന്നെ അതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച് വരുന്നിട്ടുള്ള ഈ ഒരു കൂട്ടിലോട്ട് കൊണ്ടല്ല അത്യാവശ്യം വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ശർക്കരയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പെട്ടെന്ന് തന്നെ അത് വലിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ വെള്ളമൊക്കെ. ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് എങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും ആ ഒരു പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒത്തിരി കുറുക്കി എടുക്കരുത് കേട്ടോ. ഒരു ഇച്ചിരി സമയം കൂടി കഴിയുമ്പോഴേക്കും തന്നെ നമുക്കത് ഗ്യാസ് ഓഫാക്കാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്കിങ്ങനെ ഇതിലേറെ ഒന്നുകൂടി ടൈറ്റാക്കി എടുക്കുമ്പോഴേക്കും കുറുകി വന്നാൽ അത് എടുക്കാനായിട്ട് പറ്റില്ല. സ്പൂൺ വെച്ച് നമ്മൾ ലേഹ്യമൊക്കെ കഴിക്കുന്ന പോലെ ആയി പോവും. മറ്റേത് നമുക്ക് ചെറിയൊരു ഗ്രേവിയോട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിലോട്ട് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ശർക്കരയിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, എന്നാലും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മാറ്റി വെച്ചിട്ടുണ്ട്, ചൂടാറട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇനി നമുക്കിതിലോട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ എരിവും പുളിയും അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ചാറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ കറിയല്ലേ, വെളിച്ചെണ്ണ തന്നെ ചേർത്തോളൂ കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് 2 കൂടി ഇഞ്ചി വെളുത്തുള്ളി 2ൻ്റെയും കൂടി പേസ്റ്റ് 1 ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതാദ്യം നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു വല്യുള്ളിയുടെ പകുതി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയ വല്യുള്ളിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കട്ടോ. വലിയ വല്യുള്ളിയാണെങ്കിൽ ഒരൊറ്റ വല്യുള്ളിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് 4-5 പച്ചമുളക്. ഞാൻ നല്ല ഉണ്ട മുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം എരിവും പുളിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അത്യാവശ്യം മുളകൊക്കെ ചേർത്തോളാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കളറൊന്നും ബ്രൗൺ കളറൊന്നും ആവണ്ട. എന്നാലോ ഈ ഒരു ഉള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് കുഴഞ്ഞിങ്ങനെ നിൽക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ മൺചട്ടിയിലൊക്കെ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിം കേട്ടോ, അല്ലെങ്കിൽ താഴെ വെച്ച് കൊടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ചട്ടി പെട്ടെന്ന് കേടാറാനും വിള്ളൽ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ വിറകടുപ്പിലാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ ഒരു ഗ്യാസ് അടുപ്പിലാവുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കുകയാണ്. ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലി. ഇവയെല്ലാം ചേർത്തിട്ട് പൊടികളൊക്കെ നല്ല രീതിയിൽ ചൂടാക്കിയെടുക്കുക. തീ വളരെ കുറവായതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ തീ നല്ല കൂട്ടി വെച്ചിട്ടാണെങ്കിൽ പൊട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ കരിഞ്ഞ് പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് കരിഞ്ഞൊരു ചുവയായിരിക്കും. തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. മസാലപ്പൊടികളൊക്കെ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഓർക്കാപ്പിളി ഇതിലിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ഓർക്കാപ്പിളി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമുക്ക് വലിയൊരു വേവൊന്നുമില്ല, അറിയാലോ. ജസ്റ്റ് ആ ഒരു തിളച്ച വെള്ളത്തിലിടുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എരിവുള്ള മുളക് പൊടി എന്തായാലും ഇതിൽ ചേർത്ത് കൊടുക്കണേ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എരിവും പുളിയും കൂടിയിട്ട് നല്ലൊരു അടിപൊളി ഉഷാറ് ചാറാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ. ആ ഒരു ടൈമിൽ ചെറിയൊരു അരപ്പ് റെഡിയാക്കണം. വേറെ ഒന്നുമല്ല, ഏകദേശം 1/4 കപ്പോളം തേങ്ങ ഞാൻ എടുത്തതൊരു 10ഓളം ഇതാണ് കേട്ടോ, ഓർക്കാപ്പുളിയാണ്. അപ്പോൾ അതിനൊരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പിൽ ഒരു ഇച്ചിരി ഏറെ തേങ്ങ എടുക്കുക. ഒരു 4-5 ചെറിയുള്ളി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവന്നതാണിത്. കണ്ടല്ലോ, ഓർക്കാപ്പിളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ട് അത്യാവശ്യം കളറും ഉണ്ട്, നല്ല എരിവും ഉണ്ട് കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ മക്കളെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഒരൊറ്റ പപ്പടവും മതി വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട്. ഇതിലോട്ട് നമ്മൾ നേരെ തേങ്ങയുടെ അരപ്പൊഴിച്ച് കൊടുക്കാനും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മളിതിലോട്ടൊന്ന് വറവിട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും ചെറിയുള്ളിയും ചേർത്തിട്ടുള്ള വറവാണ്. അപ്പോൾ ചിലർക്ക് ഫസ്റ്റ് ടൈം തന്നെ ആദ്യം നമ്മൾ ഉലുവ പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് വഴറ്റി പിന്നെ വല്യുള്ളി അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിതവിടെ ലാസ്റ്റാണ് കുറച്ച് ഉലുവ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്.
നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉണ്ടല്ലോ, നല്ല കൊഴുത്ത ചാറാണ് കേട്ടോ, നല്ല രുചിയുണ്ട്. എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോംബോ ആണ്. പിന്നെ ചിലർ ഇതിലോട്ട് ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കും. സൂപ്പറാണ് മക്കളെ. പക്ഷേ എനിക്കതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇട്ടിരുന്നു. അല്ലെങ്കിൽ ഉണക്ക മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിട്ട് കൊടുക്കുകയാണെങ്കിലും ഒന്നും പറയാനില്ല, സൂപ്പർ കോംബോ ആണ്. ഇതൊക്കെ നമ്മളെ നാടൻ രുചികളാണ് കേട്ടോ. ഇതിപ്പോൾ കിട്ടാത്തവരൊക്കെ ഇതുപോലെ ചെയ്താലും മതി, എന്നാലും നല്ല രുചിയുള്ള കറി തന്നെയാണ്. ഇനി ഉണക്കമീൻ്റെ വല്ല പീസും കയ്യിലിരിപ്പുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, 2-3 പീസ് ഇതിക്ക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ല ആ ഒരു കറിയുടെ രുചിൻ്റെ ലെവൽ അങ്ങോട്ട് മാറും. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴേ നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ചൂടായി വരുമ്പോൾ ഒരു 3-4 അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഉലുവയുടെ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ കുറച്ച് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചെറിയുള്ളിലോട്ട് ഞാനിതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഉലുവ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഒപ്പം 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല. എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിരിക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ഉലുവയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ആകെ കുളമാവും. അപ്പോൾ ആ പരിപാടി വേണ്ട. നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുള്ള ഉലുവയും ചെറിയുള്ളിയും നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം കേട്ടോ. നമ്മൾ വിളമ്പുന്ന സമയത്ത് ഇതെടുത്താൽ മതി. അപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കാം. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇരുമ്പുമ്പള്ളിയൊക്കെ നമ്മളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിലയില്ലല്ലേ, അങ്ങനെ പഴുത്ത് ചാടിപ്പോവും. നമ്മളിവിടുത്തെ ഉമ്മയൊക്കെ അത് ജസ്റ്റ് 4 കീറാക്കിയിട്ട് ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് സൂക്ഷിക്കും കേട്ടോ. നല്ല ബോട്ടിലൊക്കെ ആക്കി വെക്കും. മീൻകറിയൊക്കെ വെക്കുന്ന സമയങ്ങളിൽ കറിയിലിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നല്ല മത്തിക്കറിയിലോട്ടൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നമ്മുടെ നല്ല സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള ഇരുമ്പുമ്പുളി വെച്ചിട്ടുള്ള എന്താ പറയുക, ഒരു മധുരമൂറും അച്ചാറെന്ന് പറയാം. നമ്മൾ പുളിഞ്ചിൻ്റെയൊക്കെ പോലെ ചക്കര പുളിയുടെയൊക്കെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതാ നമ്മൾ ആ ഒരു ടെക്സ്ചറിൽ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഇളക്കാനും ചെറിയ രീതിയിൽ ഗ്രേവിയൊക്കെ ഉണ്ടായത്. ഇനി ഒന്നുകൂടി കുറുക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല കട്ടയായി പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് കറിയാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ഒന്ന് കറിയാണ്, ഒന്ന് നമ്മുടെ അച്ചാർ എന്ന് പറയല്ലേ. അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റ് ചെയ്താൽ. രണ്ടും നല്ല നാടൻ കറികളാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നൊക്കെ കരുതുന്നത്. ഇരുമ്പുമ്പുളി ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി ആരും വെറുതെ കളയണ്ട. അപ്പോൾ ഇനിയും എൻ്റെ അടുത്ത് ഒരുപാട് ഇരുമ്പുമ്പുളി ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നല്ലൊരു ഒരു ക്ലീനറായിട്ട് ലിക്വിഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാല്ല ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഇതതിൽ കാണിക്കണില്ല. അങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ടോയ്ലറ്റും അതുമാതിരി ഫ്ലോറ് നമ്മൾ സിങ്കൊക്കെ കഴുകാനൊക്കെ ആയിട്ടൊക്കെ അടിപൊളി സൊല്യൂഷനാണ്. അപ്പോൾ നമ്മുടെ കറി കണ്ടല്ലോ, കാണുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നല്ലൊരു അയിലയോ മത്തിയൊക്കെ കറി തേങ്ങ അരച്ച് വെച്ച കറിയുടെ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളാണ്. പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ പച്ച മത്തിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ 2-3 മത്തിയൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളി കോംബോ ആണ്. ഇപ്പോൾ നമ്മുടെ ചക്കരപ്പുളി എന്ന് പറയാൻ പറ്റുമോ, നമ്മൾ ഇരുമ്പുളി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലൊന്ന് സൂക്ഷിക്കുക. നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം നമ്മളെ മക്കൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. ഞാൻ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള ഷുഗറുള്ള ആൾക്കാർ, പിന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർ ഇത് വെറും വയറ്റിൽ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ എല്ലാം നോർമലാവും കേട്ടോ. അതൊക്കെ വെറുതെ പറയാണ് കേട്ടോ. അതൊക്കെ ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. ഡോക്ടറുടെ ഒരു സജഷൻ ഇല്ലാതെ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ അതാ നമ്മൾ അടിപൊളി കറിയും ഒപ്പം തന്നെ വായിൽ വെള്ളമൂറും രുചിക്കൂട്ടായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല മധുരമാണ്, എന്നാൽ ചെറിയ രീതിയിൽ എരിവും കൂടിയിട്ടാണ് കേട്ടോ. എന്തായാലും 2 റെസിപ്പിയും നിങ്ങൾക്ക് വളരെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണാൻ ചെയ്യട്ടെ. നല്ല അടിപൊളി രുചിക്കൂട്ട് എല്ലാവരും ട്രൈ ചെയ്യട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരുണ്ടോ, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി നെക്കിക്കടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.